എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജി തോമസ്. ബാബാമിയുടെ പുതിയ ക്ലാസ്സുമായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് പ്രസംഗത്തെക്കുറിച്ച് തന്നെയാണ്. പ്രസംഗത്തിൻ്റെ ഓരോ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് പ്രസംഗ ക്ലാസ്സുമായിട്ടാണ്. നമ്മുടെ പ്രസംഗത്തിനകത്ത് ശബ്ദം എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. ശബ്ദമാണ് നമ്മുടെ പ്രസംഗത്തിൻ്റെ വിജയം. വാക്കുകളാണ് നമ്മുടെ ശക്തി. കേൾക്കുന്നവരാണ് നമ്മുടെ ഊർജം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പ്രസംഗത്തെ കൊണ്ടുപോകാനും കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മുടെ പ്രസംഗത്തിൽ ശബ്ദം എങ്ങനെ നമുക്ക് ക്രമീകരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ശബ്ദത്തിൻ്റെ വേഗത. മനസ്സിലായ? ശബ്ദത്തിൻ്റെ വേഗത ഉയർന്ന രീതിയിൽ സ്പീഡിൽ സംസാരിക്കാൻ പറ്റുന്നതായ സന്ദർഭങ്ങളിൽ മാത്രം പ്രസംഗം സ്പീഡിലും വളരെ ശബ്ദത്തിലും സംസാരിക്കുക. അപ്പോൾ നമ്മൾ പോകുന്നതായ വേദിയുടെ അനുസരിച്ചിരിക്കണം നമ്മുടെ സംസാര രീതികൾ. അപ്പം നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പോകുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പ്രസംഗിക്കാനെ കൊണ്ട് വേണ്ടി നിൽക്കുന്നതായ സ്ഥലത്തെ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ ശബ്ദം ഉയർന്നും താണും ഇരിക്കണം. ഉയർന്ന് സംസാരിക്കേണ്ടതായ സ്ഥാനത്ത് ഉയർന്ന് സംസാരിക്കണം. ഉച്ചത്തിൽ സ്പീഡിൽ സംസാരിക്കണം. താഴ്ന്നാണ് സംസാരിക്കേണ്ടതെങ്കിൽ ആ രീതിയിൽ തന്നെ സംസാരിച്ചു പോകണം. അപ്പോൾ അതാണ് ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ശബ്ദത്തിന്റെ വേഗത ഉയർന്നതും താഴ്ന്നതുമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രസംഗം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പറയേണ്ടതായ കാര്യങ്ങളുടെ ക്രമീകരണം, ആ ഒരു ശബ്ദത്തിനകത്ത് നമ്മൾ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അത്ഭുതകരമായ കാര്യങ്ങളാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആവേശം ജനിപ്പിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ അവരോട് പറയണം. അതല്ല നമുക്ക് പറയേണ്ടത് രഹസ്യമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പ്രസംഗമാണ് സംസാരിക്കേണ്ടത്. രീതി നമ്മൾ മാറ്റണം. മനസ്സിലായി? അപ്പം നമ്മുടെ ശബ്ദത്തിന്റെ രണ്ടാമത്തെ ക്രമീകരണമാണ് പറഞ്ഞത്. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ആ ഉയർന്ന ശബ്ദത്തിലും താഴ്ന്ന ശബ്ദത്തിലും സംസാരിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിർത്തി സംസാരിക്കുക. നിർത്തി സംസാരിക്കാൻ അറിയാമല്ലോ. മറ്റുള്ളവരെ പിടിച്ചു നിർത്താനെ കൊണ്ട് വേണ്ടി, ശ്രദ്ധ ഒന്നുകൂടെ അവരുടെ ഇടയിലേക്ക് കൊണ്ടുപോകാനെ കൊണ്ട് വേണ്ടി സംസാരിക്കുന്ന ഒരു രീതിയാണ് നിർത്തി സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്കൊരു ചോദ്യം ചോദിക്കാം. മനസ്സിലായി? അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഒരു കവിതയിൽ നമുക്ക് ആ ആളുകളെ ഒന്ന് നമ്മുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പിടിച്ചെടുക്കാനൊക്കെ ഉണ്ട്. നമ്മുടെ പ്രസംഗത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് പിടിച്ചെടുക്കാനൊക്കെ, ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ പിടിച്ചെടുക്കാനൊക്കെ. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ എത്രമാത്രം ആകർഷിക്കാൻ കഴിയുമോ ആ രീതിയിൽ ആകർഷിക്കത്തക്ക രീതിയിൽ വേണം നമ്മുടെ പ്രസംഗം നടത്താനുണ്ട്. മനസ്സിലായി? അപ്പം ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവരോട് മനസ്സിലായോ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതിന് ആൻസർ എന്തായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചോദ്യം അവർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് നിർത്താം. എന്നിട്ട് നമുക്കിങ്ങനെ ശ്രദ്ധിക്കാം എന്താണ് അവർ പറയുന്നത്. നമുക്ക് ഉത്തരം അറിയാം എന്നുണ്ടെങ്കിലും നമുക്കൊന്ന് നിർത്താം. എന്നിട്ട് നമ്മൾ കേട്ടില്ല, ഒന്നുകൂടെ ഉറക്കെ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് പറയാം. അപ്പോൾ ഒരു നിർത്തി സംസാരിക്കുന്നത് വെച്ച് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ആളുകളുടെ ഇടയിലേക്ക് നമ്മുടെ പ്രസംഗത്തെ കൊണ്ടെത്തിക്കാനെ കൊണ്ടുപോകും. മനസ്സിലായി? പിന്നെ നാലാമത്തെ കാര്യമാണ് പ്രസംഗത്തിന്റെ ഭാവം. ശബ്ദത്തിലുണ്ടാകുന്നതായ മാറ്റം, നമ്മുടെ മുഖത്തുണ്ടാകുന്നതായ ഭാവവ്യത്യാസങ്ങൾ ശബ്ദത്തിന്റെ അനുസരിച്ച് നമ്മൾ ക്രമീകരിക്കണം. ഇപ്പം നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് സന്തോഷമുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നതെങ്കിൽ അവിടെ നമുക്കൊരു രീതി സംസാരിക്കാം. നമ്മൾ പോകുന്ന സ്ഥലം സങ്കടമുള്ളതാണ്, സങ്കടകരമായ കാര്യമാണ് അവിടെ പറയേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ വേദനയുള്ള സ്ഥലത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ സംസാര രീതി മാറ്റാം. ആത്മവിശ്വാസം ഉള്ളിടത്ത്, അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കേണ്ടതായ രീതിയിൽ പ്രസംഗത്തിന് ഭാവമാറ്റം കൊണ്ടുവരാൻ. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കേണ്ട രീതി വേറൊന്നാണ്,
നേരെ മറിച്ച് പൊതുവേദിയിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആ രീതിക്ക് മാറ്റം വരുത്താം. അപ്പം നമ്മൾ പോകുന്നതായ സ്ഥലത്ത് ഇപ്പോൾ ഒരാൾ വയ്യാതെ കിടക്കുകയാണ്, അപ്പോൾ അയാൾക്ക് സഹായം ചെയ്യാനെ കൊണ്ട് വേണ്ടിയാണ് നമ്മൾ പ്രസംഗിക്കാനെ കൊണ്ട് വേണ്ടി പോകുന്നതെങ്കിൽ അവിടുത്തെ രീതി വ്യത്യാസമായിരിക്കും. ആ സംസാര ശൈലി തന്നെ ഒന്ന് മാറ്റിപ്പിടിച്ചാലേ പറ്റുള്ളൂ. മനസ്സിലായി? അല്ല നമ്മൾ ചെല്ലുന്നിടത്ത് എല്ലാം ഒരേ രീതിയിൽ തന്നെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസംഗം വിജയിക്കണമെന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഭാവവ്യത്യാസം വരുത്തിക്കൊണ്ട് നമുക്ക് പ്രസംഗം മാറ്റിയെടുക്കാനുണ്ട്. അതുപോലെ തന്നെ ശബ്ദത്തിന്റെ പിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരേ രീതി തന്നെ അങ്ങ് പ്രസംഗിച്ചു പോവുക, ഒരു മാറ്റവും ഇല്ലാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. മനസ്സിലായി? കുറെ പേരിങ്ങനെ മൊബൈലിനകത്തിരുന്ന് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും, മേപ്പോട്ട് മേപ്പോട്ട് മേപ്പോട്ട്, പിന്നെ തപ്പിട്ട് തപ്പിട്ട് തപ്പിട്ട്. അപ്പം കുറെ ആൾക്കാർ ഇങ്ങനെ മൊബൈലിൽ പോവും, കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കും, കുറെ ആൾക്കാർ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ആലോചിക്കും. അപ്പൊ നമ്മൾ പ്രസംഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ സംസാരം ഒരേ രീതിയിൽ തന്നെ കൊണ്ടുപോകാതിരിക്കുക, മാറ്റം വരുത്തുക, വാക്കുകളിൽ വ്യത്യാസം വരുത്തുക. അങ്ങനെ നമുക്കിന്ന് ശബ്ദം എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ, ഉത്തരം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ പ്രസംഗത്തിനകത്തുണ്ടാകുന്ന ശബ്ദത്തിന്റെ മാറ്റങ്ങൾ, രീതികൾ